ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മൊത്തം ഇരുട്ടാണ്. നമ്മുടെ വണ്ടിയുടെ ഫോഗ് ലാമ്പിൻ്റെ വെട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ സമയം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. നമ്മൾ മൂന്നാറിലോട്ട് പോവുകയാണ്. അപ്പോൾ മൂന്നാറിലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് കാണാൻ പോകുന്നത് മൂന്നാറിലെ കിടിലൻ ഓഫ് റോഡും കിടിലൻ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ മൂന്നാറിലോട്ട് പോവാം. അപ്പോൾ സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. നമ്മൾ തൊടുപുഴ എത്താറായിട്ടുണ്ട്. 6:30 ആയപ്പോഴേക്കും നേരെയൊക്കെ വെളുത്തു. എന്തായാലും തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര, ലോകം അവസാനിക്കാറായോ? അപ്പോൾ തൊടുപുഴ എത്താറായിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ തൊടുപുഴയിൽ നിന്ന് നേരിമംഗലം മൂന്നാറാണ് പോകുന്നത്. അത് പോകുന്ന വഴിക്ക് ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കാൻ കയറാം. എവിടെയെങ്കിലും കാണുമ്പോൾ ഗ്ലൗസ് അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര തുടരാം. നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും ഇവിടെ നിന്ന് ഏകദേശം 84 കിലോമീറ്റർ കൂടെ ഉണ്ട് മൂന്നാറിയിട്ട്. എന്തായാലും നമുക്ക് പോവാം. എന്തായാലും അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലാണ് കേട്ടോ. വെളിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയാണോ. അപ്പോൾ എന്തായാലും നമുക്കിവിടുന്ന് പോവാം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, കണ്ടോ. വാ, മാസ്ക് വെച്ചും മാസ്ക് വെക്കാണ്ടേയും ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. കൊറോണയൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞല്ലേ. അതെ അതെ, ഒരുപാട് പേര് മാസ്ക് വെച്ചും മാസ്ക് വെക്കാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. നമുക്കിനി നേരെ മൂന്നാർ കയറാം. അവിടെ നമ്മൾ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് നേരെ മൂന്നാർ പോവാം. അപ്പോൾ നമുക്കിനി മൂന്നാറിയിട്ട് വെറും 8 കിലോമീറ്റർ ഉള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ മൂന്നാറെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിട്ട് ഓർമ്മ വരുന്ന നമ്മുടെ തേയിലത്തോട്ടം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കല്ലാറ് കഴിഞ്ഞ് 14 മൈലോ അങ്ങനത്തെ സ്ഥലം കഴിഞ്ഞ് നമ്മളിപ്പോൾ നിൽക്കുകയാണ്. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ മഞ്ഞിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ മഞ്ഞും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. പൊതുവെ ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ ചെറിയ ചാറ്റൽ മഴയുള്ള സമയത്തൊക്കെ അത്യാവശ്യം എന്താ പറയുന്നത് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മഞ്ഞും കാര്യങ്ങളൊന്നും കാണാനില്ല. എന്തായാലും അപ്പുറമൊക്കെ ആയിട്ട് മഞ്ഞും കാര്യങ്ങളും കാണാം. ഇവിടെ പ്രത്യേകിച്ച് മഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടിന് നീങ്ങാം. നമുക്ക് മഞ്ഞ് പ്രതീക്ഷിക്കുന്നു. മഞ്ഞാണല്ലോ നമ്മുടെ മെയിൻ. കോടമഞ്ഞും മഞ്ഞൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാൻ എന്തായാലും കണ്ടോ. അവിടെ അപ്പുറമൊക്കെ അടിപൊളി തേയിലത്തോട്ടമാണ്. അവിടെ മഞ്ഞ് കൂടിയാണ്. മഞ്ഞാണ്, നല്ല മഞ്ഞുണ്ടോ അവിടെ. കണ്ടോ. അപ്പോൾ അടിപൊളി വ്യൂസാണ് മൊത്തം. അടിപൊളി. അവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
പിന്നെ മുന്നോട്ട് പോകുമ്പോൾ മഞ്ഞും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മഞ്ഞും കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഹെൽമെറ്റ് അവനവിടെ കമ്പി പുറത്ത് കുത്തിവെച്ചേക്കാണ് കേട്ടോ. അടിപൊളിയാണ് വ്യൂ, ഒന്നും പറയാനില്ല. ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് നിർത്തിയതാണ് ഇവിടെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം തണുത്ത കാറ്റുണ്ട്. ആ ഒരു വെയിൽ കൊള്ളൊന്നും വലിയ ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നല്ല തണുത്ത കാറ്റുള്ളതുകൊണ്ട് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ. അവിടെയൊക്കെ ഉണ്ടോ തേയിലത്തോട്ടങ്ങളുണ്ടോ, നല്ല രസമില്ലേ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി മുന്നോട്ട് നമുക്ക് പോകാണ്ട് ഒരുപാട്. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. ഇപ്പം എങ്ങോട്ടാണ് പോകേണ്ട ആദ്യം? അപ്പോൾ കാഴ്ച നമ്മളിപ്പോൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. മൂന്നാർ ടൗണിലാണ് നിൽക്കുന്നത്. അവിടെ 2 എക്സ്പ്രസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എവിടെ പോകണമെന്ന് ഇപ്പോൾ അറിയാൻ പാടില്ല. നമ്മൾ പ്രത്യേകിച്ച് പ്ലാനിങ് ആയിട്ടൊന്നും അല്ല വന്നേ. അവിടെ വന്നിട്ട് തീരുമാനിക്കാം, ഒരു സ്ഥലം കാണുകൊണ്ട് അങ്ങോട്ട് പോകുന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നാളെ മറയൂർ കാന്തല്ലൂർ എന്തായാലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എങ്ങോട്ട് പോകണമെന്നില്ല പിടുത്തൊന്നുമില്ല. അപ്പോൾ അവിടെ നോക്കിയിട്ട് മാട്ടുപ്പെട്ടി ഡാം ഉണ്ട്, മാട്ടുപ്പെട്ടി ഡാം, ഇരവികുളം ദേശീയ പാർക്ക്, അതുപോലെ തന്നെ രാജമലൈ, അതൊക്കെയാണ് ഇന്ന് അപ്പോൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് ആദ്യം പോകണമെന്നൊന്നും അറിയാൻ പാടില്ല. ഇപ്പോൾ ടൗൺ എത്തിയുള്ളൂ. അപ്പം ആദ്യം എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതാണ് ഇവിടെ. എന്തായാലും തീരുമാനിച്ചില്ല ഇതുവരെ. അപ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മൂന്നാർ ടൗണിൽ നമ്മൾ ഒരു ബോർഡ് കണ്ടു, വട്ടവട മാട്ടുപ്പെട്ടി ഡാം ടോപ്പ് സ്റ്റേഷൻ. ഈ റൂട്ടാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിട്ട് കയറുകയാണ്. നമുക്ക് അറിയാൻ പാടില്ല എങ്ങോട്ടാണ് ഈ റൂട്ട് പോകണമെന്ന്. മാട്ടുപ്പെട്ടി ഡാം ഇവിടെ മാപ്പിൽ മാട്ടുപ്പെട്ടി ഡാം ടോപ്പ് ഹിൽ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. റിസർവ് ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് നമുക്ക് ലക്ഷ്യമോ കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ റൈഡ്. ജസ്റ്റ് പോകുന്നു, കാണുന്നു. നാളെ നമ്മൾ കാന്തല്ലൂർ മറയൂർ ആ റൂട്ട് പോകുന്നു. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. എവിടെയും എത്തുമ്പോൾ എത്തട്ടെ. എന്തായാലും വണ്ടിയിൽ പെട്രോൾ ആവശ്യമുണ്ട്, ഫുൾ ടാങ്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. എന്തായാലും റൈഡ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമുക്ക് മുന്നോട്ട് പോയി കാഴ്ചകളൊക്കെ കാണിക്കാം, എന്തായാലും കാണാം എന്തായാലും. അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇതിനു മുമ്പേ ഞാൻ വന്നിട്ടുണ്ടോ ഇവിടെ? ഓൾറെഡി വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി. ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറം ഓരോ കടകളൊക്കെ ഉണ്ട്. പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ നിന്ന് ചെസ് ബോർഡൊക്കെ മേടിച്ചിട്ടുണ്ട്, ഒരു തടി കഷ്ണത്തിന് ചെസ് ബോർഡ് കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് മാട്ടുപ്പെട്ടി ഡാം ഒന്ന് കാണാം. പാർക്കിങ്ങോ ശരിയാണല്ലോ, പായലൊക്കെ ബ്രേക്ക് കുറഞ്ഞ പോലെ കിട്ടിയില്ല. ഏറ്റവും അങ്ങോട്ട് ഞാൻ മുട്ടായിരുന്നു മാറി പറഞ്ഞോടെ. ഈ വണ്ടി കളിച്ചിട്ടുണ്ടോ? കഴിക്കാൻ പറ്റില്ല. ചോളം പിടിച്ചു നാളെ അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിലാണ് നിൽക്കുന്നത്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ടോപ്പിലാണ്. ഡാമുകൾ വന്നപ്പോൾ കണ്ടു കാണും. നമ്മൾ ജസ്റ്റ് വന്നപ്പോൾ പണ്ട് ഇവിടെ ട്രൈ ചെയ്തൊരു ബലൂണിൻ്റെ സാധനമുണ്ട്. അത് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. എന്തായാലും പിടിച്ച് ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ്, കാണിക്കാൻ പറവു ചന്ദ്രൻ വിചാരിച്ചോ? 4 പൊട്ടിച്ചു. 4 അല്ല ശരി 2 പൊട്ടിച്ചു 5 പണ്ടത്തെ അത്ര വെടിയൊന്നും ഇപ്പോൾ പൊട്ടുന്നില്ല. അവിടെ ചോളം മേടിക്കാം. അവിടെ ഈ ചോളം കഴിക്കണ്ട, ചോളം കഴിക്കണം. അടിച്ചിട്ട് മൂഞ്ചിരിക്കണേ.
3 വെടി പോയി. വെടികളൊക്കെ പാഴായിക്കൊണ്ടിരിക്കുന്നു. മൊത്തം വെടിയാണല്ലോ. ഇതാണ് മാട്ടിപ്പുട്ടി ഡാം. അപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് 5 എണ്ണം പൊട്ടിച്ചാൽ നിങ്ങളൊക്കെ വലിയ വെടിക്കാരനാന്നൊക്കെ പറയും. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടിക്കാണ്ടിരുന്നത്. അതെ അതെ, 2 എണ്ണം മാത്രം പൊട്ടിച്ചത്. നിങ്ങൾക്ക് ഡാം കാണിച്ചു തരാം. ഡാമിൻ്റെ അങ്ങോട്ടൊന്ന് നടന്നു പോവാം. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടോ, നല്ല വെള്ളമുണ്ട് ഇപ്പം. കണ്ടോ, ഫുൾ വെള്ളമാണ്. പക്ഷേ വെള്ളം മൊത്തം ചീത്ത വെള്ളം കേട്ടോ. വെള്ളം ആരും പറയല്ലോ, ഒരു ഷിറ്റ് കളറാണ് വെള്ളത്തിന്. വെള്ളം കണ്ടോ, വെള്ളത്തിൽ എന്തോ ഒരു മാലിന്യമുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടൊരു മഞ്ഞ കളറ്. ഓ, കാല് താന്നു പോയി. മൊത്തം ഒരു വേസ്റ്റാണ് വെള്ളത്തിൽ. എന്തോ ഒരു വേസ്റ്റാണ് ഇവിടെ മൊത്തം അടിഞ്ഞുകൂടി കിടക്കണം. കണ്ടോ. പിന്നെ അവിടെ ബോട്ടിങ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ബോട്ടിങ് ഇപ്പോഴും നടക്കുന്നുണ്ട് അവിടെ. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇപ്പോഴും. കൊറോണ ആയിട്ട് ബോട്ടിങ്ങിന് വേറെ കുഴപ്പമൊന്നുമില്ല. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആ ബോട്ടിങ്ങിലാണ് നടക്കണം അവിടെ. ഇപ്പോൾ ബോട്ടിങ്ങിനാണ്ട് വെറുതെ പോയാലോ? ബോട്ടിങ് അങ്ങോട്ട് വെറുതെ പോയാലോ? അപ്പോൾ കാശ് നമ്മളിത് ഒരു പോപ്കോണും അവനൊരു മാങ്ങയുടെ പീസ് മേടിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പിന്നെ അടിപൊളി സാധനം എടുക്കണോ? അടിപൊളി സാധനം കേട്ടോ. ഇത് കഴിച്ചിട്ട് അവിടെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് റേറ്റ് നോക്കി ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ അതിൽ ഇറങ്ങാം. അതിന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് കുണ്ടല ഡാമിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോട്ടിങ്ങിനൊന്നും കയറിയില്ല. കുണ്ടല ഡാമിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അവിടെ നമ്മൾ അടിപൊളി ഒരു ഡാമിനോട് ചേർന്നൊരു സ്ഥലം കണ്ടു. അപ്പോൾ അത് ജസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങണതാണ്. ട്രാഫിക് ഉണ്ടല്ലോ പിന്നെ സാർ. ആ, ഞങ്ങളെ കൊച്ചാക്കല്ലോ. കണ്ടോ, ഒരു അടിപൊളി സ്ഥലമാണ്. ഒരു ഡാമിനോട് ചേർന്ന്. കണ്ടോ, നൈസായിട്ട് ഇവിടെ നിൽക്കാം. വെള്ളത്തിൽ ഇറങ്ങേണ്ട മനുഷ്യർക്ക് നീന്തൽ അറിയാൻ പാടില്ലല്ലോ. അപ്പറേ ഉണ്ടോ? അത് തേടാ അപ്പറേ ഉണ്ടോ? ഉണ്ടാക്കിട്ടേക്കണോ? നിനക്ക് നീന്തൽ അറിയാൻ പാടില്ലല്ലോ. ഞാൻ തോട്ടി കിടന്ന് നീന്തിയല്ലോ. ആ, മുട്ടിനത്ര വെള്ളത്തിൽ നീന്തി പഠിച്ചവനാണ് അവൻ. പുഴയിൽ പോകുമ്പോൾ ബക്കറ്റിൽ വെള്ളം എടുത്ത് കപ്പലിൽ കോഴി കുളിക്കുന്നതാണ് ബിനീഷ്. ബോട്ടിങ്ങിന് ഇറങ്ങാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവനെ പേടിയായതുകൊണ്ടാണ് ബോട്ടിങ്ങിന് ഇറങ്ങാത്തത്. ശരിക്കും പിന്നെ ഒറ്റയ്ക്ക് പോകണ അത്ര ശരിയല്ലല്ലോ. അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങൾ 1-2 ഫോട്ടോസ് എടുത്തിട്ട് ഇവിടെ നിന്ന് കുണ്ടല ഡാം പോവും. കുണ്ടല ഡാമിൽ പോയിട്ട് അവിടെ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലം കാണാനുണ്ടെങ്കിൽ അങ്ങോട്ട് പോവും. അല്ലെങ്കിൽ തിരിച്ച് ഈ വഴി തന്നെ വരും. അറിയാൻ പാടില്ല, ഇപ്പം ഡെസ്റ്റിനേഷനൊന്നും അറിയാൻ പാടില്ല. ജസ്റ്റ് വന്നു പോകണു, അത്രേ ഉള്ളൂ. ഇപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് വെറുതെ വന്നപ്പോഴാണ് കുണ്ടല ഡാമിനെ പറ്റി കാണാൻ പോണേ. അവിടെ നിന്ന് വേറെ ഏതെങ്കിലും കാണുവാണെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ ബോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ നേരെ ഈ ഒരു പാലം കയറി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ വട്ടവടയോ അങ്ങോട്ടോ എങ്ങോട്ടാന്ന് വെച്ചാൽ പോകാൻ പോവാണ്. സ്ഥലം ഒന്നും അറിയാൻ പാടില്ല. നമ്മൾ വന്ന വഴിക്കുന്ന ലെഫ്റ്റ് റൂട്ടുണ്ട്, ആ റൂട്ടാണ് പോകാൻ പോകുന്നത്. ഇത് നമുക്ക് അങ്ങോട്ട് പോകാൻ.